ഹലോ ഗായ്സ്, നമ്മളിന്ന് ഒരു വണ്ടി നോക്കാൻ പോവുകയാണ്. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് അനൗൺസ് ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. സോ ബൈക്ക് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. അപ്പം നമ്മൾ കാവാസാക്കി KLX 230 മാറ്റിയായിരുന്നു ലിസ്റ്റിൽ നിന്ന്. ഇപ്പോൾ ഉള്ളത് എക്സ്പൾസ് 210 ആണ്. പിന്നെ TVS Apache RTX ഞാൻ പോയി നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ വണ്ടിയുടെ ഡിസൈൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തോ പോരാ. ഹിമാലയൻ 450 വന്നിട്ടുണ്ട്. സോ അത് ഒന്ന് നോക്കണമെന്ന്, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഇതാണ് ഹിമാലയൻ 450. വണ്ടി കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല സൈസും വെയിറ്റൊക്കെ ഉണ്ട്. സീറ്റൊക്കെ അടിപൊളി ഉണ്ട്, വലിയ സീറ്റാണുള്ളത്, ലോങ് റൈഡ്സിന് പറ്റുന്ന അത്യാവശ്യം കുഷനിങ് ഉള്ള സീറ്റ്. വണ്ടി ഓവറോൾ കൊള്ളാം. സസ്പെൻഷൻ വരുന്നത് ഷോവയുടെ സസ്പെൻഷനാണ്. സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ് ഉണ്ട്, ക്ലസ്റ്ററും എല്ലാം കൊള്ളാം കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ഞാൻ വണ്ടി ഇതാ ടെസ്റ്റ് റൈഡിന് എടുത്തായിരുന്നു. കൊള്ളാം കേട്ടോ, വണ്ടി ഭയങ്കര സ്മൂത്താണ്. ഞാൻ കുറച്ച് റഫാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അത്യാവശ്യം നല്ല പവറും ഉണ്ട്. എനിക്ക് അത്യാവശ്യം ഒരുവിധം ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഹൈറ്റ് ഏകദേശം 5.8 ആണ്. ഇതിപ്പോൾ അവരുടെ ടെസ്റ്റ് റൈഡ് വണ്ടിയാണ്. എന്നിട്ട് പോലും വണ്ടി നല്ല എൻജിൻ നല്ല കണ്ടീഷനിലാണ്. അല്ലാതെ വണ്ടി മൊത്തത്തിൽ നോക്കുമ്പം ഫ്രണ്ടിൽ വൈസറൊക്കെ പോയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് LED ആണ്. കൊള്ളാം വണ്ടി, ഓവറോൾ കൊള്ളാം. നല്ല കിഡില സസ്പെൻഷന്. അത്യാവശ്യം ഗട്ടറിലൊക്കെ ഇറക്കി നോക്കി. ഈ ഒരു കളറാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം 4,29,000 ഓൺ റോഡ് വരുന്നത്. ഇപ്പം നമ്മൾ ഹാൻലി ബ്ലാക്ക് ആണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം റേറ്റ് വരുന്നത് 4,08,000 പക്ഷേ നമ്മളതിൽ അഡീഷണൽ ട്യൂബ്ലെസ് ടയർ ആഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഒരു അഡീഷണൽ 20,000 വരും.